കോഴിക്കോട് തീപിടുത്തത്തിൽ വിദഗ്ധ സംഘത്തിന്റെ സംയുക്ത പരിശോധന പുരോഗമിക്കുകയാണ്. പ്രാഥമിക റിപ്പോർട്ട് ജില്ലാ കലക്ടർക്ക് വൈകാതെ സമർപ്പിക്കും. തീപിടിച്ചതിൽ ദുരൂഹതയില്ല എന്നും കാരണം ഷോർട്ട് സർക്യൂട്ടാണെന്നുമാണ് പ്രാഥമിക നിഗമനം. അതേസമയം കോഴിക്കോടുണ്ടാകുന്ന തീപിടുത്തങ്ങളിൽ വസ്തുതകൾ പുറത്തുവരണമെങ്കിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ് പറഞ്ഞു. സിനോജ് തോമസ് ഉണ്ട് വിശദാംശങ്ങളുമായി. സിനോജ്, ഇതിലിപ്പോൾ ദുരൂഹതയൊന്നുമില്ല എന്ന് പറയുമ്പോൾ പോലും അടിക്കടി ഇത്തരത്തിൽ അപകടങ്ങൾ ഉണ്ടാകുന്നത് വലിയ ആശങ്കയാകുന്നുണ്ടല്ലോ. എന്തൊക്കെയാണ് ഇപ്പോൾ സ്വീകരിക്കുന്ന നടപടികൾ? പരിശോധന എവിടം വരെയായി? വിനീത, ഫയർഫോഴ്സിൻ്റെ ഒപ്പം തന്നെ പോലീസിൻ്റെ ഒക്കെ തന്നെ സംയുക്ത പരിശോധന പൂർത്തിയായിരുന്നു. ഇപ്പോൾ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിൻ്റെ പരിശോധന ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഈ അപകട കാരണം എന്നാണ് കണ്ടെത്തേണ്ടത്. അതായത് ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ അത് എവിടെ നിന്നും ഉണ്ടായി? ഈ തുണിക്കടയുടെ ഗോഡൗണിൽ നിന്നാണോ അല്ലെങ്കിൽ മെഡിക്കൽ ഷോപ്പിൻ്റെ ഗോഡൗണിൽ നിന്നാണോ? ഏത് ഭാഗത്തു നിന്ന് എങ്ങനെ ഉണ്ടായി? ഈ ഷോർട്ട് സർക്യൂട്ട് എങ്ങനെ ഉണ്ടായി തുടങ്ങിയ കാര്യങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. അതിന് വിശദമായി പരിശോധന നടത്തേണ്ടതുണ്ട്. ആ പരിശോധനകൾ പൂർത്തിയാകുന്നതുവരെ ഈ കെട്ടിട സമുച്ചയം തുറന്നു കൊടുക്കാൻ കഴിയില്ല എന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഉൾപ്പെടെ നിരവധി ലോട്ടറി കടകളും ബേക്കറി, മെഡിക്കൽ ഷോപ്പ് ഉൾപ്പെടെയുള്ള ഒറ്റമുറി കടകൾ ധാരാളമുണ്ട്. ആ വ്യാപാരികൾ ഉൾപ്പെടെ പ്രതിസന്ധിയിലാണ്. കാരണം ഈ അന്വേഷണം പൂർത്തിയാകുന്നത് വരെ ഇത് തുറന്നു കൊടുക്കില്ല എന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഇതിൻ്റെ മുകൾ നില മുഴുവൻ പൂർണ്ണമായും കത്തിപ്പോയത് കൊണ്ട് തന്നെ അവിടെ മുഴുവൻ വൃത്തിയാക്കേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് അതിൻ്റെ നടപടിക്രമങ്ങൾ കൂടി പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതായത് മുഫീസിൽ ബസ് സ്റ്റാൻഡിൻ്റെ ഒരു പ്രധാന കെട്ടിടം ഭാഗം മുഴുവൻ ഇപ്പോൾ അടഞ്ഞു കിടക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. ഏതായാലും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിൻ്റെ പരിശോധന തുടരുകയാണ്. പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഏകദേശം 8 കോടി രൂപയുടെ നഷ്ടമുണ്ടായെന്നാണ് പോലീസിൻ്റെ FIR പറയുന്നത്. പക്ഷേ അതിലേറെ നഷ്ടമുണ്ടായെന്ന് വ്യാപാരികളും പറയുന്നു. വിനീത, ശരി, സിനോജാണ് വിവരങ്ങൾ നൽകിയത്.